ശരിയായ ദിശയിലല്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനം. എന്നാൽ ശരിയായ പാതയിലൂടെ നയിച്ചാൽ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ദില്ലിയിൽ വ്യാഴാഴ്ച നടന്ന ഭാരതത്തിന്റെ ആദ്യ ഇമ്പാക്ട് സമ്മിറ്റിൽ സംസാരിക്കവേ നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ഈ വാക്കുകൾ ഇപ്പോൾ ലോകത്തിനൊന്നടങ്കം ഇൻസ്പിറേഷൻ ആവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ നയിക്കാൻ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന മാനുഷിക മുഖമുള്ള പുതിയ ഭരണ രൂപരേഖ മാനവ് ഇങ്ങനെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും നൽകി. ദില്ലിയിൽ വ്യാഴാഴ്ച നടന്ന ഭാരതത്തിന്റെ ആദ്യ ഇമ്പാക്ട് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യയുടെ വികാസം മനുഷ്യ കേന്ദ്രീകൃതമാകണം, മനുഷ്യൻ വെറുമൊരു ഡാറ്റാ പോയിന്റായി മാറരുത് എന്നും അദ്ദേഹം ലോകരാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചു. ഗ്ലോബൽ സൗത്തിൽ ആദ്യമായി നടക്കുന്ന ഈ മെഗാ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെ 20ഓളം രാഷ്ട്രത്തലവന്മാരും സാം ആൾട്ട്മാൻ, സുന്ദർ പിച്ചെ തുടങ്ങിയ സാങ്കേതിക രംഗത്തെ അതികായന്മാരും പങ്കെടുത്തു. യുടെ കമാൻഡ് എപ്പോഴും മനുഷ്യന്റെ കയ്യിലായിരിക്കണമെന്നും സാങ്കേതിക വിദ്യയ്ക്ക് പരിധിയില്ലാത്ത വളർച്ച നൽകുമ്പോഴും നിയന്ത്രണം നഷ്ടപ്പെടരുത് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും സന്തോഷം, വെൽഫെയർ ഫോർ ഓൾ, ഹാപ്പിനെസ് ഫോർ ഓൾ എന്നതാണ് ഭാരതത്തിന്റെ നയത്തിന്റെ അടിസ്ഥാനം. ഇതിനായി മോദി അവതരിപ്പിച്ച മാനവ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന 5 തൂൺ നയം ഇതാണ്. മോറൽ ആൻഡ് എത്തിക്കൽ, ധാർമ്മികതയിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായ സംവിധാനം. അക്കൗണ്ടബിൾ, സുതാര്യമായ നിയമങ്ങളിലൂടെയും മേൽനോട്ടത്തിലൂടെയും ഉറപ്പാക്കുന്ന ഉത്തരവാദിത്തം. നാഷണൽ സോവറിനിറ്റി, ഓരോ രാജ്യത്തെയും ഡാറ്റ ആ രാജ്യത്തിന്റെ മാത്രം പരമാധികാരത്തിന് കീഴിലായിരിക്കണം. അക്സസിബിൾ ആൻഡ് ഇൻക്ലൂസീവ്, സാങ്കേതിക വിദ്യ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാപ്യമാകണം. വാലിഡ് ആൻഡ് ലെജിറ്റിമേറ്റ്, നിയമവിധേയവും വിശ്വസനീയവും ആയിരിക്കണം. തീ കണ്ടുപിടിച്ചതു മുതൽ വയർലെസ് ആശയവിനിമയം വരെയുള്ള മനുഷ്യ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങളുടെ കണ്ടിന്യൂവേഷനാണ് എന്ന് പ്രധാനമന്ത്രി. ശരിയായ ദിശയിലല്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ശരിയായ പാത്തിലൂടെയാണ് അത് പോകുന്നത് എങ്കിൽ അത് ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമാകും. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 2 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന 6 ദിവസത്തെ ഈ ഉച്ചകോടി ഭാരതത്തിന്റെ ഡിജിറ്റൽ പരമാധികാരത്തിന്റെ അടയാളം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള മേഖലയിൽ ഭാരതത്തിന് വെറുമൊരു ഉപഭോക്താവ് എന്നതിലുപരി ഒരു സൃഷ്ടാവ് എന്ന നിലയിലുള്ള വലിയ സ്ഥാനമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ മനുഷ്യൻ വെറും ഒരു അസംസ്കൃത വസ്തുവോ ഡാറ്റാ പോയിന്റോ ആയി മാറാൻ അനുവദിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രിയുടെ ഈ ആശങ്കയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറച്ചാളുകളുടെ കൈകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജനാധിപത്യവൽക്കരിക്കപ്പെടണം എന്നാണ് ഭാരതത്തിന്റെ നിലപാടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ സാധാരണക്കാരിലേക്ക് എത്തണം. വിപ്ലവത്തിൽ ഭാരതം ഒരു ആഗോള ശക്തിയായി മാറുന്നത് രാജ്യത്തിന് വലിയ അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധരെയും ഭരണാധികാരികളെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉച്ചകോടിയിലേക്ക് സ്വാഗതം ചെയ്തു. മേഖലയിലെ കുതിച്ചുചാട്ടം മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം എന്ന ഭാരതത്തിന്റെ നിലപാട് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഡീപ് ഫേക്കുകൾ തടയുന്നതിനും യുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിതമായ നീക്കം വേണമെന്നും മോദി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.